ശാന്തി ജഗത്തിൽ വിതച്ചവനെ മരണമടഞ്ഞ കാരണത്തിൽ പരമകവാടം തുറക്കണമേ. മൃതരുടെ പാപം പൊറുക്കണമേ. നിത്യവിരുന്നിൻ കവിളുകൾ വീശും നിറതിയവരിൽ കൊളുത്തണമേ. അവനിലങ്ങേ പാവനനാമം കീർത്തിച്ചവരെ മറക്കണമേ. അവനിലങ്ങേ ദിവ്യശരീരം കൈക്കൊണ്ടവരെ ത്യജിക്കരുതേ. മരണത്താലേ മാനവരുലകിൽ മംഗളജീവൻ പകർന്നവനെ മരണമടഞ്ഞോ കാലത്തിൽ പരമകവാടം തുറക്കണമേ. ശാന്തി ജഗത്തിൽ വിതച്ചവനെ മരണമടഞ്ഞോ കാലത്തിൽ പരമകവാടം തുറക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിശുദ്ധ ബലി നമ്മുടെ രാജ്യത്തിൻ്റെ അയൽ രാജ്യങ്ങളുമായി സൗഹൃദത്തിലും സമാധാനത്തിലും വർദ്ധിക്കുവാൻ ആവശ്യമായവ സംഭവിക്കുവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പ്രത്യേക നിയോഗത്തിൽ പ്രാർത്ഥിക്കാം. തിങ്കളാഴ്ച സകല മരിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് വീണ്ടും ഈ ദിവസങ്ങളിൽ ദുരിതങ്ങളിൽപ്പെട്ട് മരിച്ചവരാണ്. നമ്മളേറെ സങ്കടപ്പെടുന്ന ഒത്തിരി ദുരന്ത മരണങ്ങളാണ്. കരിപ്പൂരുണ്ടായാലും നമ്മുടെ ആലുമണിയിലുണ്ടായാലും ഇന്നലെയും നമ്മുടെ തൊട്ടടുത്ത നാട്ടുകാരൻ മഞ്ഞപ്പുറ അമലാപുരത്തുള്ള ജസ്റ്റിൻ കാറ് വെള്ളത്തിൽ ഒഴുകിപ്പോകുന്നു. ആ ഒരവസ്ഥയിൽ ആ വെള്ളത്തിൽപ്പെട്ട് ആ ഒഴുക്കിൽപ്പെട്ട് ആ മകനും മരിച്ചത് കേൾക്കാനിടയായി. നമുക്ക് ഈ രോഗം ബാധിച്ച് മരണപ്പെട്ടവർ ഈ ദിവസങ്ങളിലാണ് മരണസംഖ്യ ഒത്തിരി ഉയർന്നിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. 7 ലക്ഷം കഴിഞ്ഞു. നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് മരണപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ മരണവാർഷികം അനുസ്മരിക്കുന്നവര് പ്രിയപ്പെട്ടവരുടെ വേർപാടാൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്നവരാണ്. ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുതലും കാവലും അവരൊക്കെ അനുഭവിച്ചറിഞ്ഞു ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ സകലർക്കും ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയും ഈ രോഗവ്യാപനം തടയപ്പെടുന്നതിന് വേണ്ടിയും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് സുരക്ഷ കിട്ടുന്നതിന് വേണ്ടിയും പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ഈ ബലി അർപ്പിക്കാം. ഗുരുവിൻ സ്നേഹമൊടിയാലും അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ശാന്തി പ്രത്യാശയും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാൻ സമാധാനത്തോടുകൂടെ. കർത്താവായ ദൈവമേ, മരണം മൂലം വേർപെട്ടു പോയ ഞങ്ങളുടെ സഹോദരർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മിശിഹായിൽ അവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ദിവ്യ രഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കേണമേ. പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽ മാത്രം ആരായി ലോകത്തിൽ രക്ഷ നേടും. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാളിൻ മോക്ഷവും പ്രത്യാശയും. പുലരുവാൻ കാക്കുന്ന കാലക്കാരെന്നപ്പോൾ സകലേശ നിന്നെ ഞാൻ കാത്തിരിക്കും. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ, ആത്മാക്കൾക്ക് ആശ്വാസം നൽകണമേ. താതനും പുത്രനും റൂഹായ്ക്കുമാകയാൽ കീർത്തനഗീതികൾ എന്നേരവും. സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു പിടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഭക്തിരു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുകയുന്നു. പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനം സർവേശ, പരിപാവനം ദയവായി, പരിപാവനം അമർത്യനീ, നിൻകൃപണങ്ങൾ കേൾക്കണമേ. പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും നവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും അങ്ങ് പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് പകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും
അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എന്റെ സഹോദരനെ, വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നിന്ന് 5-ാം അധ്യായം 1 മുതൽ 6 വരെ വാക്യം. മിശിഹാ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ധനവാന്മാരെ, നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങളെ ഓർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുവിൻ. നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വസ്ത്രങ്ങൾ പുഴു അരിച്ചുപോയി. നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു. ആ കറ നിങ്ങൾക്കെതിരായി സാക്ഷ്യമായിരിക്കും. തീ പോലെ അത് നിങ്ങളുടെ മാംസത്തെ തിന്നുകളയും. അവസാന നാളുകളിലേക്കാണ് നിങ്ങൾ സമ്പത്ത് ശേഖരിച്ചു വെച്ചത്. നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചുവെച്ച കൂലി ഇതാ നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ കർണപടങ്ങളിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവ്വം സുഖലോലുപരായി ജീവിച്ചു. കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കൊഴുപ്പിച്ചിരിക്കുന്നു. നീതിമാൻ നിങ്ങളെ എതിർത്ത് നിന്നില്ല. എന്നിട്ടും നിങ്ങൾ അവനെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്തു. ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിനാൻ. കർത്താവേ, ധരണിയിൽ നിന്ന് സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. നമുക്ക് സദ്ഭാവനത് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കായച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 18, 25 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. യാക്കോബ് ശ്ലീഹ സമ്പത്തിന്റെ ഉപയോഗത്തെ കുറിച്ചും കൊടുക്കേണ്ടവന് കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുമ്പോൾ ഈശോ സുവിശേഷത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നത് പോലെയാണ് എന്നുള്ള ഉപമയിലൂടെ. ഒട്ടകം സൂചിക്കുഴ അനുഭവം നമ്മളെല്ലായ്പ്പോഴും ധ്യാനവിഷയമാകുന്നു. നമ്മുടെ സമ്പന്നതകളോ അത് ദൈവരാജ്യ പ്രവേശനത്തിന് തടസ്സമാകാനായിട്ട് സാധ്യതയുണ്ട്. സമ്പത്ത് വേണ്ട വിധം വിനിയോഗിച്ചില്ലെങ്കിൽ, സമ്പത്ത് പണം മാത്രമല്ല, സ്വർണം മാത്രമല്ല, വെള്ളിയും സ്വർണവുമിൻ്റെയൊക്കെ അപ്പുറം നമുക്ക് ദൈവം തമ്മിലുള്ള സർവ്വസമ്പന്നതകളും അവരവർക്ക് വേണ്ടി വിനിയോഗിക്കാൻ, ആത്യന്തികമായി ഏറ്റവും ഉപരിയായി അവിടുത്തെ സ്നേഹിക്കുവാനും അവിടുത്തെ രാജ്യത്തിന് വേണ്ടി വർത്തിക്കുവാനും സാധിക്കുമ്പോൾ 100 ഇരട്ടിയായിട്ട് നാം സമ്പന്നരായി തീരും എന്നുള്ള കാര്യം അത് ദൈവരാജ്യത്തിലെ സമ്പന്നതയാണ്. ഈ ഭൂമിയിലെ സ്വത്തുക്കളുടെ അപ്പുറം ദൈവരാജ്യം സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ള വലിയ ഈശോയുടെ വാഗ്ദാനം കേൾക്കുവാൻ ഈ വചനഭാഗം ശ്രമിക്കുമ്പോൾ നമുക്കും ഭാഗ്യം കിട്ടുന്നു. നമുക്കത് ഉൾക്കൊള്ളാം, നമുക്ക് ബോധ്യത്തോടെ ജീവിക്കാം. ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നത്. കേട്ടപ്പോൾ ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്രാപിക്കാൻ ആർക്ക് കഴിയും? അവൻ പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ചു നിന്നെ അനുഗമിച്ചിരിക്കും. യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിന് വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരിൽ ആർക്കും ഇക്കാലത്ത് തന്നെ അവ അനേക മടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടെ നിന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുമെന്ന് അപേക്ഷിക്കാം. മാമോദിസ വഴി സ്വർഗ്ഗരാജ്യത്തിന് അവകാശിയാവുകയും
മരണം വഴി ഞങ്ങളിൽ നിന്ന് വേർപിരിയുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെയും നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന് വിദ്യാഭ്യാസത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസം നൽകി അനുഗ്രഹിക്കണമെന്ന് ഈശോയുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് മനുഷ്യരുടെ കടങ്ങൾ മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് പ്രതീക്ഷ മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ ഈശോയുടെ ഉയർപ്പിന്റെ മഹത്വത്തിൽ പങ്കുകാരാക്കണമെന്ന് ഈശോയുടെ ശരീരരക്തങ്ങളെ പരിപോഷിക്കപ്പെട്ടവരും മരണനിന്ദ പ്രാപിച്ചവരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് സൂര്യനെ നിന്ന് ശോഭയോടെ ഞങ്ങളും അവസാന വിധി ദിവസത്തിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ വരം നൽകണമെന്ന് ലോകാരംഭം മുതൽ നീതിമാന്മാർക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗഭാഗ്യത്തിൽ ഞങ്ങളും എത്തിച്ചേരുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവരെ നിത്യമഹത്വം അണിയിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ പാപങ്ങളുടെ കറ കഴുകിക്കളയട്ടെ. നിത്യപിതാവേ, കൈക്കൊള്ളണമേ ഞങ്ങളെ ദിവ്യബലി ഈശോവഴിയായി കൈക്കൊള്ളണമേ ദിവ്യബലി ഞങ്ങളെയൊന്നായി തിരുമുൻപിൽ കാഴ്ചയവയ്ക്കും ആദരവായി ദിവ്യദിനത്താൽ ഭക്തഗണത്തിൽ മലിനതയെല്ലാം കഴുകണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളിലുള്ള എല്ലാ മാലിന്യങ്ങളും അങ്ങ് കഴുകണമേ. മരണം പോലും വേർപെട്ടു പോയവർ, പ്രത്യേകിച്ചും അപകടത്തിലകപ്പെട്ട് മരിച്ചവരാ, ദുരന്തങ്ങളിൽ അകപ്പെട്ടു പോയവരാ, രോഗങ്ങളിൽ അകപ്പെട്ട് മരണപ്പെട്ടവരാ, ഒന്ന് ഒരുങ്ങാൻ പോലും സാധിക്കാത്ത സാഹചര്യങ്ങളിൽ നിന്റെ മക്കളിലേക്ക് അറന്നു വന്നിട്ടുള്ളവരാ, യാതൊരു അവരെ തക്കണ്ടാക്കണമേ. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ തകർന്നിരിക്കുന്നവരെ അങ്ങ് സമാശ്വസിപ്പിക്കണമേ. കർത്താവേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഞങ്ങളുടെ നാട്ടിൽ നിന്നും ഞങ്ങളുടെ അയൽവക്കങ്ങളിൽ നിന്നും ഒക്കെ നേരിടുന്ന രോദനങ്ങളാണ് ഞങ്ങളുടെയും വേങ്ങലുകളങ്ങ് സ്വീകരിക്കണമേ. എന്റെ കാരുണ്യവും കടാക്ഷവും നിയന്ത്രണവും ഞങ്ങൾ അനുഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആത്മജനും ദിവ്യ ും സ്തുതിയെന്നും ദൈവാംബികയെയും മയോസേപ്പിനെയും സാദരമൂർത്തിയിടാം. പാവനം ഈ ബലിയിൽ സമരമായി പാടിയിടട്ടെ. ആമീൻ ആമീൻ. മാർത്തോമായെയും നിനസാക്ഷികളെയും സൽകൗമികളെയും ബലിയിൽ ഓർത്തിടാം. നമ്മുടെ കൂടെ കർത്താവെന്നും
എളിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കും. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ നിത്യം കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യ രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരനെ സ്നേഹത്തിൽ സമാധാനം ആശംസിക്കുകയും മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവും നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലി അർപ്പിപ്പൂ. സമാധാനത്തോടുകൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കരുവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലഹമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ക്രോവേന്മാരോടും സാഭ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ദൈവം നിത്യമഹത്വത്തിൽ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു മന്നവരുടെ മഹിമകളാൽ. ഉന്നത വീതിയിൽ ഹോശാന, ദാവീദിൻ സുതൻ ഹോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവരുടെ രാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിൽ ഹോശാന. കർത്താവായ ദൈവമേ,
അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. തന്നേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ യേശു നിർമ്മലമായ തന്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ മക്കളിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇതോ പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ഇപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇതോ പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ചെയ്തതോ നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണെന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതി അങ്ങയുടെ സമർത്ഥമായ അനുഗ്രഹത്താൽ അങ്ങ് മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയുടെയും അതിരൂപതയുടെയും അധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, അതിരൂപത മെത്രാപ്പൊലീത്ത വികാരിമാർ ആന്റണി കരിയിൽ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, കരിസ്മാറ്റിക് കമ്മീഷൻ പിതാക്കന്മാർക്ക് വേണ്ടി, മറ്റെല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും, പുരോഹിതന്മാർ, സന്യാസികൾ, പുരോഹിതാർത്ഥികൾ, സന്യാസാർത്ഥികൾ, ഏകസ്ഥർ, വിവാഹിതർ, സമർപ്പിത ശുശ്രൂഷകർ, മറ്റു പ്രേക്ഷിതർ, മിഷണറിമാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രോഗീ ശുശ്രൂഷകർ, സാമൂഹ്യ പ്രവർത്തകർ, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകമായ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നവർ, ദുരന്ത നിവാരണത്തിനായി എത്തിക്കുന്നവർക്ക് വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രതിദിനമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി കർത്താവേ, രോഗഭയങ്ങളിൽ കഴിയുന്നവർ, അപകട ഭീതികളിൽ കഴിയുന്നവർ, കാലവർഷക്കെടുതികളിൽ വിഷമിക്കുന്നവർ, കടൽ തീരത്തിന്റെ തേങ്ങലുകളോ കർത്താവേ, ഹൈറേഞ്ചിന്റെ വിങ്ങലുകളോ ഈ ദിവസങ്ങളിൽ അപകടങ്ങളിൽപ്പെട്ട് മരിച്ചവരാ. ഇന്നലെയും മരണപ്പെട്ടിരിക്കുന്ന ഈ മകൻ ജസ്റ്റിന് വേണ്ടി അവയെ മരണവാർഷികം അനുസ്മരിക്കുന്നവർക്ക് വേണ്ടി, അവ ജോലിയില്ലാതെ വിഷമിക്കുന്നവര, ഈ ദിവസങ്ങളിൽ ജോലി സാധ്യതകൾ തേടി അലയുന്നവർ, ഇല്ല എങ്കിൽ പട്ടപൂജ്യമായി വണങ്ങേണ്ട അവസ്ഥകളിൽ നീങ്ങുന്ന ഒത്തിരി പേരാണ്. കർത്താവേ, ഇന്നത്തെ മറ്റെല്ലാ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യരും ബലഹീനുമായ ദാസന് വേണ്ടിയും ഈ ബലിയിൽ ആത്മനാ പങ്കുചേരുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ ഭിക്ഷുക്കന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ ജ്ഞാപനത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ.
കർത്താവേ, പ്രതിസന്ധികളിൽ അങ്ങയുടെ ശാന്തിയും സമാധാനവും നിറയട്ടെ. അങ്ങയുടെ കൈപിടിച്ച് ജീവിതത്തിന്റെ ഈ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ആവശ്യമായ ആത്മബലം ഓരോരുത്തർക്കും അങ്ങ് നൽകണമേ. അങ്ങയുടെ ആത്മാവിനാൽ ധൈര്യപ്പെടുത്തണമേ. അങ്ങയുടെ ആത്മാവിനാൽ ആശ്വസിപ്പിക്കണമേ. അങ്ങയുടെ ആത്മാവിനാൽ വഴി കാണിച്ചു കൊടുക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു അങ്ങദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചയുടെ ഏർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ചു സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാപാമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദൈവത്തിൽ നിത്യകുമാരൻ മർത്യർക്കു ഭോജ്യമായി തീർന്നു. സ്നേഹവാദി ദിവ്യഭോജ്യം സ്വീകരിക്കുന്നവരെല്ലാം സത്യമായി ജീവിക്കുമെന്നും നിത്യവും രാജ്യവും നേടും. ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷന്റെ അമൂല്യമായ ശരീരരക്തങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. എല്ലാവരും വാദസരണത്തോടെ അവരാഗ്രഹം ലഭിച്ചുകൊണ്ടും ഭാവങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരനെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സാധനത്തിന്റെ നാഥനായ ദൈവത്തോടെ കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. വിദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടിയ ജീവിതങ്ങളെ പങ്കുകൊള്ളാം. ആത്മാക്കളെ രക്ഷയ്ക്കും കാരണമാകട്ടെ. പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മോടുകൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തന്നെ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, നല്ലവനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേട്ടപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകടിപ്പിക്കുകയും പാവങ്ങൾ കൊടുക്കുന്ന
കർത്താവേ, ഞങ്ങളുടെ മനുഷ്യരുടെ പാപങ്ങൾ ക്ഷമിച്ച് നിത്യനിവൃത്തിയിലാവരെ പാത്രത്തിലമേ. അവരിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്ത കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുശരീര രക്തങ്ങൾ കൈക്കൊള്ളുവാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരിലേക്കും അങ്ങയുടെ സാന്നിധ്യം സജീവമാകട്ടെ. കൂദാശയെ അങ്ങയെ സ്വീകരിക്കാൻ ആഗ്രഹിച്ചിട്ടും കഴിയാത്തവർ ഓരോരുത്തരും അങ്ങയുടെ സ്നേഹ സാമീപ്യം അനുഭവിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുമിശിഹായുടെ കൃപാവരം കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകപ്പെടട്ടെ. സഹോദരനെ വരുവൻ, ദൈവത്തിന്റെ ശരീരത്തിൽ സ്വീകരിച്ച് നമുക്ക് ആത്മവിശ്വാസം മിശിഹായുടെ ശരീരവും രക്തവും കടന്നു പ്രവർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും കടന്നു പ്രവർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും കടന്നു പ്രവർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും സഹനം വഴിയായി മരണത്തിന്മേൽ ശാശ്വത വിജയം നേടിയ നാഥ, രാജമഹേശ ദൈവകുമാര, വിനയമുടങ്ങി വന്ദിക്കുന്നു. പരമോന്നതമാ ഉദ്ധാനത്താൽ വിജയകിരീടം ചൂടിയ നാഥ, മർത്യകുലത്തിൽ രക്ഷകരീശോ സാദരമങ്ങേ വാഴ്ത്തിയിടുന്നു. തിന്മകളെല്ലാം നീക്കി ജഗത്തിൽ നിർമ്മല കിരണം വീശിയ നാഥ, അന്തിമ ദിവസം മഹിമയൊടങ്ങി സന്നിധിയടയാൻ വരമരുളേണം. പരിശുദ്ധാത്മാവിന്റെ കൃപാവത്താൽ സുസ്ഥിരവും പരിശുദ്ധവും ജീവിതാകവും ദൈവമനുഷ്യരെ സമീപിച്ച് യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന്റെ സ്തുതികളെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകുകയും ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിനും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, അമർത്യതയുടെ ഔഷധമായ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. മരണം മൂലം മരണത്തെ വിജയിച്ചവനാം കർത്താവേ, നിന്തിരുനാമം ചിരകാലം വാഴ്ത്തിപ്പാടി നമിക്കുന്നു. നാഥ, നിന്നിൽ മരിച്ചാലും ജീവിച്ചിടും ചൊന്നു നീ. നിന്തിരു രക്തശരീരങ്ങൾ കൈക്കൊള്ളുന്നവരെല്ലാരും വാഗ്ദാനം നരനേകി നീ സ്വർഗം നേടിടും ഒരു നാളിൽ. മരണമടഞ്ഞവരെല്ലാരും നിന്നിൽ ജീവൻ ഉണരട്ടെ. അവരുടെ സ്മരണ ഉയർത്തിടുമീ ബലിയിൽ ചേർന്നവരെല്ലാരും. കൃപയാൽ എന്നും നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്ഥി. പരിശോധിപ്പിക്കുന്നവരെ പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം.
കരുണയുള്ള കർത്താവെ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യും. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും എന്റെ കർത്താവിനെ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ലവരത്തു വലം ഭാഗേ ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസും. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. നിരവധിയാവൻ പാപങ്ങൾ സമാധാനം. കർത്താവേ, അങ്ങയുടെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും അങ്ങയുടെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മാറ്റുകളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ അങ്ങയുടെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, ആകാശത്തിലും ഭൂമിയിലും സുദൃഢനാകുന്നു. എന്റെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശ നീയാവുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ചെടികാശകളും നീർപ്പോളകൾ പോലെല്ലാം എല്ലാം ആഞ്ഞടിയുന്നു. ജഡികാശകളും നീർപ്പോളകൾ പോലെല്ലാം ആഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോ ഇന്നിവിടില്ല, ഇനി വരികില്ല. യാത്രക്കാരാ മുന്നിലതാ കബറിടമല്ലേ. അസ്ഥിരമല്ലോ ഭുവനമുപതിലെ ജഡികാശകളും നീർപോളകൾ പോലെല്ലാം വാഴടിയുന്നു. ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. അസ്ഥിരമല്ലോ ഭുവനമുപതിലെ ജഡികാശകളും നീർപോളകൾ പോലെല്ലാം വാഴടിയുന്നു. ആകാശത്തിനെ വിളിക്കുന്നവരെ ഏൽപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ
എന്റെ പ്രാർത്ഥന ചെവികൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. ബലിയാകുവാൻ കാത്തിരിക്കുന്ന ആൾക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ മക്കളാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസരെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവേ, മരിച്ചവരെ അങ്ങ് കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഏർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായെ അങ്ങയുടെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ കമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ അങ്ങ് പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷരായി കപടങ്ങൾ തീർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ഒരു ദിവസത്തിൽ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ സഹോദരങ്ങളെയും പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ അപകടങ്ങളിലും ദുരന്തങ്ങളിലും മരണപ്പെട്ടവരെയും അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും ഈ കുടുംബങ്ങളിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അവരുടെ പ്രയത്നങ്ങൾ അവരുടെ ശുശ്രൂഷ പരിശുദ്ധ പരമാധികാരണത്തിന് പരിശുദ്ധ പരമാധികാരണത്തിന് പരിശുദ്ധ പരമാധികാരണത്തിന് എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ, എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. തലമുറകൾ തോറും പാടും ഭാഗ്യവതി അമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതി അമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസായായി അമ്മ ദൈവത്തിനു ഭാഗാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. പറുദീസായായി അമ്മ ദൈവത്തിനു ഭാഗാൻ, പുണ്യാശ്രമമായി
അമ്മേ അമ്മേ